ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദം മുതൽ അംബിയ സകലം നഫ്സി നഫ്സി എന്ന് വിളിക്കും. അന്നേരം ത്വാഹ വിളിക്കും ഉമ്മത്തിഹിന്നല്ലോ. എല്ലാവരും നഫ്സി നഫ്സി എന്ന് വിളിക്കുമ്പോ എന്റെ റസൂലുള്ളാഹ് മദീനയുടെ നായകനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, പച്ചക്കുബ്ബയുടെ താഴെ അന്തിയുടങ്ങുന്ന എന്റെ റസൂലുള്ളാഹ് മാ ബൈന ബൈതി വ ഖബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ആ സ്വർഗത്തിന്റെ അടുത്ത് കിടക്കുന്ന മുത്തുനബിയുണ്ടല്ലോ, ആ നബിയാണ് നമ്മളെ രക്ഷിക്കാൻ വരിക. ആരും എന്തും പറഞ്ഞോട്ടെ, നബി സാധാരണക്കാരൻ എന്ന് പറഞ്ഞോട്ടെ, നബിയുടെ മൗലിദിനെ എതിർത്തോട്ടെ, റസൂലുള്ളാഹിയുടെ ജന്മദിനം കോടം കൊണ്ടാടണ്ട എന്ന് പറഞ്ഞോട്ടെ, അവരെ പോലും നബി തങ്ങൾ കൈവിടില്ല. അങ്ങനെ റസൂലുള്ളാഹിനെ മോശമായിട്ട് പരാമർശിക്കുന്ന, അവർക്ക് വേണ്ടി പോലും നിലകൊള്ളുന്ന റസൂലുള്ളാഹ് അല്ലാഹുവിനോട് പറയുകയാണ്, ഉമ്മത്തി യാ റബ്ബ്, രക്ഷിതാവേ എന്റെ സമുദായം നീ കൈപിടിക്കണം അല്ലാ, നീ സഹായിക്കണം അല്ലാ, എനിക്ക് വേറെ ഒന്നും നിന്നോട് പറയാനില്ല അല്ലാ. ആ സമയത്താണ് അല്ലാഹു വിളിച്ചു പറയുന്നത്, യാ മുഹമ്മദ് അദ്ഖിൽ മിൻ ഉമ്മത്തിക അമ്മൻ ലാ ഹിസാബ അലൈഹിം മിൻ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന. മുഹമ്മദേ സങ്കടപ്പെടണ്ട. യൗമ യദൂ ആദമു അംബിയാ നഫ്സി 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 നഫ്സിയാ. യൗമ യദൂ ഖൈറ ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. വഅലം ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ അല്ലാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്തു മാഫ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടമുള്ള ജീവിതം, അവന് തൃപ്തിപ്പെട്ട നിലയിൽ പൊരുത്തപ്പെട്ട നിലയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി നമ്മെ എല്ലാവരെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ മണ്ണറകൾ അല്ലാഹു മണിയറയാക്കി പരിവർത്തിപ്പിച്ചവരെയും നമ്മയും അവന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം റൗളാ ഷരീഫിന്റെ മുത്തുമണിയുടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ അവസാന പടിയിലേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തുകളെ അനുധാവനം ചെയ്യണമെന്നും ആ ഹബീബിന്റെ ഹദീസുകൾ അതിനെ സ്നേഹിക്കണമെന്നും ഇഷ്ടപ്പെടണമെന്നും അതിനെ സത്യമാക്കണമെന്നുമൊക്കെ നാം കഴിഞ്ഞയാഴ്ച വളരെ വിശാലമായിട്ട് സംസാരിച്ചു. അള്ളാഹുവിന്റെ ഹദീസുകളിൽ കെട്ടിച്ചമക്കലുണ്ടെന്നും അതിന്റെ പല ഇനങ്ങളും അതിനെ ഏത് രീതിയിലാണ് അതിനെ സമീപിക്കേണ്ടതെന്നുമൊക്കെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞയാഴ്ച നമ്മൾ വിശാലമായിട്ട് ചർച്ച ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മദിനം കൊണ്ട പുണ്യമായ ഈ മാസത്തിൽ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏതൊക്കെ നിലയിൽ നാം സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ടോ ആ നിലയിലൊക്കെ ഞാനും നിങ്ങളും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, റബീഉൽ അവ്വൽ കഴിയുന്നതോടുകൂടി ആ ഒരു ചിന്തകളിലൊക്കെ വിട്ട് നമ്മൾ വേറെ അടുത്ത ഓരോ സീസൺ ആകുമ്പോൾ ആ സീസണുമായിട്ട് ഏതെല്ലാമാണോ ബന്ധപ്പെടുന്നത് ആ രൂപത്തിൽ നമ്മൾ ആയിത്തീരുകയാണ്. കേവലം അങ്ങനെ ആവേണ്ടവരല്ല നമ്മൾ. പരിശുദ്ധ ഹബീബിനോടുള്ള സ്നേഹവും പ്രേമവും ഇഷ്കും അനുരാഗവും ഒക്കെ അത് ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ടവരാണ് നമ്മൾ. കാരണം അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്റെ ഉമ്മത്തിനോട്
തന്റെ സമുദായത്തിനോട് ഏറ്റവും കൂടുതൽ അഭികാമ്യവും സ്നേഹവും ഉള്ളവരാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ കുടുംബത്തെക്കാളും തന്റെ മക്കളെക്കാളും തന്റെ ഭാര്യമാരെക്കാളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഇഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി തങ്ങൾ സഹാബാക്കളോട് ഒരു ദിവസം പറഞ്ഞല്ലോ, എനിക്കെന്റെ സഹോദരന്മാരെ ഒന്ന് കാണണം സഹാബത്തെ, എനിക്കെന്റെ സഹോദരന്മാരെ ഒന്ന് കാണണം. സഹാബാക്കൾ ഒന്നടങ്കം ചോദിച്ചു, നബിയെ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ? ഞങ്ങൾ അങ്ങയുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, ഞങ്ങളെ എപ്പോഴും അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനി ആരാണ് സഹോദരങ്ങൾ? അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ സഹാബാക്കളാണ്. നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമുദായമുണ്ട്, നിങ്ങൾക്ക് പിന്നിൽ വരുന്ന ഒരു സമുദായമുണ്ട്. അവരെന്നെ കാണാത്തവരാണ്, അവരെന്നെ കണ്ടിട്ടേ ഇല്ല, പക്ഷേ എന്നോട് അവർക്ക് വലിയ സ്നേഹവും ഇഷ്ടവും പ്രേമവുമാണ്. എന്നെ ഓർത്തവർ കരയുന്നവരാണ്, അവരെ എനിക്ക് കാണണം സ്വഹാബത്തെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു താല്പര്യം നമുക്കും പ്രവാചകനോട് വേണം. എനിക്കെന്റെ നബിയെ ഒന്ന് കാണണം, എനിക്കെന്റെ ഹബീബിനെ ഒന്ന് കാണണം. ആ ഒരു സ്നേഹവും ആ ഒരു കടപ്പാടും നമുക്കുണ്ടാകുമ്പോഴാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഈ റബീഉൽ അവ്വലിന്റെ സത്ത ഉൾക്കൊണ്ടവരായി നാം മാറുന്നത്. കേവലം റബീഉൽ അവ്വൽ 12 ആകുമ്പോൾ 2 കിലോമീറ്റർ നടക്കുന്ന ഘോഷയാത്രയിൽ പങ്കെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ മധുരം വിളമ്പിയത് കൊണ്ടോ അതൊക്കെ സ്നേഹത്തിന്റെ പ്രകടനങ്ങളുടെ ചില കാഴ്ച വസ്തുക്കൾ എന്നിരിക്കെ അതിന്റെ അപ്പുറം റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. അതല്ലേ യൗമയദൂ ആദമും വഅംബിയാ നഫ്സി 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 നഫ്സിയാ നഫ്സി 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 നഫ്സിയാ. ഹുശറാവൻ സഭയിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാവരും വിളിക്കും, ആദം നബിയേ, നൂഹ് നബിയേ. എല്ലാ പ്രവാചകന്മാരെ വിളിക്കുമ്പോഴും അവര് പറയുന്നതാണ് നഫ്സി 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 നഫ്സിയാ. എന്റെ ശരീരമാണ് എനിക്ക് വലുത്, എന്റെ ജീവിതമാണ് എനിക്ക് വലുത്. എന്നാൽ ഞാനും നിങ്ങളും നമ്മുടെ നബി തങ്ങളെ വിളിക്കുമ്പോഴോ യൗമയദൂ ഖൈറ ഖൽഖൽ അംബിയാ, ലോകത്തിനെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബിയെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുമ്പോ, ആ നബി തങ്ങളെ വിളിക്കുമ്പോ, ആ ഹബീബായ നബിയെ വിളിക്കുമ്പോ അവര് പറയുന്നത് എന്താണെന്നറിയോ? ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. എന്റെ സമുദായം എവിടെ, എന്റെ സമുദായം എവിടെ? സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം നഫ്സിനേക്കാൾ, സ്വന്തം കുടുംബത്തെക്കാൾ ലോകനായകൻ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ സഹോദരങ്ങളെ, നമ്മെ സ്നേഹിച്ചിരുന്നല്ലോ സഹോദരങ്ങളെ. ആ സ്നേഹമാണ് ഞാനും നിങ്ങളും തിരിച്ചറിയാതെ പോകുന്നത്, ആ പ്രേമമാണ് ഞാനും നിങ്ങളും തിരിച്ചറിയാതെ പോകുന്നത്. അങ്ങനെ ആ സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചവരായിരുന്നു സ്വഹാബാക്കൾ. ലോകത്തിന്റെ നായകൻ മദീനയോട് വിട പറഞ്ഞപ്പോ നിബിധങ്ങളില്ലാത്ത മദീന എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ സ്വഹാബാക്കൾ, ആ നിബിധങ്ങളില്ലാത്ത ലോകം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ സ്വഹാബാക്കൾ സ്വന്തം കണ്ണുവരെ ചൂഴ്ന്ന് തറയിലിട്ടില്ലേ സഹോദരങ്ങളെ? നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നമുക്ക് നമ്മുടെ മാതാവിന്റെ സ്നേഹം വേണം, നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കണം, നമുക്ക് അവരോട് വല്ലാത്ത അനുരാഗമാണ്, ഇഷ്ടാണ്. അവർക്കൊരു കുറവ് വരാൻ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവർ. അവരുടെ വിയോഗം നമുക്ക് താങ്ങാൻ കഴിയില്ല. നമ്മുടെ മാതാപിതാക്കളുടെ അഭാവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ സഹോദരങ്ങളെ, അതിന്റെ അപ്പുറമായിരുന്നു സഹാബാക്കൾക്ക് റസൂലുള്ളാഹ്. അതല്ലേ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ
മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയല്ല നബിയേ, വാപ്പയല്ല നബിയേ, അതിനേക്കാൾ ഞങ്ങൾക്ക് വലുത് അങ്ങാണ് നബിയേ, ഞങ്ങൾക്ക് വലുത് അങ്ങാണ് നബിയേ. ഞങ്ങൾ ഒരു സ്വഹാബിയെ വിളിക്കുമ്പോ, ഒരു സ്വഹാബി അബൂബക്കർ വരികയെന്ന് പറയുമ്പോ, ഉമറേ വരിക എന്ന് പറയുമ്പോ അവർ പറയുന്നൊരു മറുപടിയുണ്ട്, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്റെ ഉമ്മയും വാപ്പയും അങ്ങേക്ക് മാനദണ്ഡം നബിയേ, അങ്ങയുടെ കാലിന്റെ കീഴിൽ ഞാൻ അവരെ സമർപ്പിക്കുന്നു നബിയേ. ഇതായിരുന്നു അവരുടെ തീരുമാനം, അവരുടെ കാഴ്ചപ്പാട്. സഹോദരങ്ങളെ, അവർക്കറിയാമായിരുന്നു ആരോരുമില്ലാത്ത ലോകത്ത് കൈപിടിക്കാൻ നമ്മുടെ പ്രവാചകൻ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അഭയം തേടി പോകുന്ന നാളുണ്ടല്ലോ, ആദൻ നബിയുടെ അടുത്ത് പോകുന്ന നാളുണ്ടല്ലോ. അന്ന് ആദൻ നബിയോട് നമ്മൾ ചോദിക്കുന്നു, അലാ തശ്ഫഉ ലനാ ഇലാ റബ്ബിക, അങ്ങയുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുമോ? അലാ തറാ മാ നഹ്നു ഫീഹി, എന്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ആദൻ നബിയെ, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ആ സമയത്താണ് ആദൻ നബി പറയുന്നത്, ഫഅസൈതു, ഞാൻ പാപം ചെയ്തു പോയി, നഹാനി അനിശ്ശജറ, ഈ വൃക്ഷത്തിനോട് അടുക്കരുതെന്ന് എന്റെ റബ്ബിനോട് പറഞ്ഞതാണ്. നഫ്സി 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 നഫ്സിയാ. ആദ്യം പടച്ച ആദൻ നബിയാണ്, സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന ആദൻ നബിയാണ്. നമ്മളോ ആദൻ നബിയോട് അഭയം തേടി പോവുകയാണ്. അതാണ് മഹാന്മാരായ കവികൾ പാടിയത്, യൗമയുദൂ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ. അവരുടെ ഉമ്മത്തിനെ പോലും അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് നമ്മളെ അവർ ഏറ്റെടുക്കുന്നത്? എല്ലാ പ്രവാചകന്മാരും അടുക്കൽ പോവുകയാണ്. നൂഹ് നബിയോട് പോകുമ്പോൾ ആ നൂഹ് നബിയും പറയുകയാണ്, ഇന്ന റബ്ബിഹി ഗളിബൽ യൗമ ഗളബാ, എന്റെ റബ്ബനോട് കോപിച്ചിരിക്കുന്നു. ലം യഗ്ലബ് ഖബ്ലഹു മിസ്ലഹു ലം യഗ്ലബ് ബഅദഹു, ഇതുവരെ എന്റെ റബ്ബിന് ഇങ്ങനെ കോപിച്ചിട്ടില്ല, എന്റെ റബ്ബ് ഇങ്ങനെ ഒരു കോപം ഇന്ന് വരെ കോപിച്ചിട്ടില്ല, ഇനി ഇതിനു ശേഷം ഇങ്ങനെ ഒരു കോപം എന്റെ റബ്ബിനുണ്ടാവില്ല. ദഅഉതു ബിഹാ അലാ ഖൗമീ, ഞാനും തെറ്റ് ചെയ്തു പോയിരിക്കുന്നു സമൂഹമേ. എന്റെ മകനെ ഞാൻ എന്റെ ദീനിലേക്ക് ക്ഷണിച്ചു, ഹിദായത്ത് കൊടുക്കാത്ത എന്റെ പൊന്നുമോനെ ഞാൻ എന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. ഞാൻ എന്റെ റബ്ബിനോട് ചെയ്ത അപരാധമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നഫ്സി 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 നഫ്സിയാ. ഉമ്മയുമില്ല, വാപ്പയുമില്ല, സഹാബാക്കളില്ല, താബിഈങ്ങളില്ല, ഇമാമിയങ്ങളില്ല, ആർക്കും ആരുമില്ല. ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയില്ല. ദുനിയാവിൽ അങ്ങനെയല്ലല്ലോ. വാപ്പയില്ലെങ്കിൽ ഉമ്മയുണ്ടല്ലോ, ഉമ്മയില്ലെങ്കിൽ സഹോദരങ്ങളുണ്ട്. ആരുമില്ലെങ്കിൽ നാട്ടുകാര് സഹായിക്കും. പോയി ചോദിക്കാൻ ആരെങ്കിലും ഉണ്ട്, കൈ നീട്ടി എന്തെങ്കിലും ആരെങ്കിലും തരും. പക്ഷേ ഇതൊന്നുമില്ലാത്ത നാളിൽ ആരും സഹായിക്കാനില്ലാത്ത വേളയുണ്ട് എന്റെ സഹോദരങ്ങളെ. ഇബ്രാഹിം നബിയെ പറ്റി നമ്മൾ പുകഴ്ത്തി പറയുന്നവരല്ലേ? ഇബ്രാഹിം നബിയോട് കടപ്പെട്ടവരാണ് ഈ മുസ്ലിം സമുദായം. ആ പേര് പറയാതെ നിസ്കാരം പോലും ശരിയാവില്ലല്ലോ. ഇബ്രാഹിം നബിയുടെ പേര് പറയാത്ത നിസ്കാരം സ്വഹീഹല്ലല്ലോ. അത്രയേറെ കടപ്പെട്ട ഇബ്രാഹിം നബിയോട് നമ്മൾ ചെല്ലുമ്പോ ബഹുമാനപ്പെട്ടവരും പറയുകയാ, വഇന്നീ കുന്തു കദബതു സലാസ കദബാ, 3 കളവുകളാണ് എന്റെ ജീവിതത്തിൽ വന്നുപോയത്. അമ്പിയാക്കന്മാര് മഅ്സൂമിയങ്ങളാണ്, അവര് തെറ്റ് ചെയ്യുകയില്ല. പിന്നെ എങ്ങനെയാണ് ഇബ്രാഹിം നബി പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തവനാണെന്ന് മാത്രമല്ല, കദബതു സലാസ കദബാ, ഞാൻ 3 തെറ്റ് ചെയ്തു പോയി, ഞാൻ 3 തെറ്റ് ചെയ്തു പോയി. എന്താ തെറ്റ്? കള്ളം പറഞ്ഞതല്ല ഇബ്രാഹിം കള്ളം പറഞ്ഞതല്ല. പക്ഷേ സഹോദരങ്ങളെ, അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ അവർ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോ എന്റെ റബ്ബിന് ഇഷ്ടമായോ അല്ലയോ എന്നൊരു തോന്നൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിപ്പോയാൽ അവർ വിചാരിക്കും അത് തെറ്റാണെന്ന് എന്റെ റബ്ബ് എന്നോട് കോപിച്ചെന്നവർ ചിത്രീകരിക്കുകയാണ് സ്വന്തമായി തന്നെ.
അവർ പറഞ്ഞു, ഇബ്രാഹിം നബി പറഞ്ഞു, ഒന്നാമതായി ഞാൻ ചെയ്ത തെറ്റെന്തെന്നറിയോ? എന്റെ വാപ്പ ആസർ ഒരു ബിംബാരാധകനായിരുന്നു. ആ ബിംബങ്ങളെ ആരാധിക്കരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവർ കേട്ടില്ലല്ലോ. അങ്ങനെ അവർ പെരുന്നാൾ ദിവസം അവരുടെ ആരാധനാലയങ്ങളിൽ കടന്നു ചെന്നപ്പോ അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം ഞാൻ തച്ചുടച്ചു കളഞ്ഞു. അതിലൊരു വിഗ്രഹത്തെ മാത്രം ഞാൻ ഒഴിവാക്കി നിർത്തിയിട്ട് ബാക്കിയെല്ലാം തച്ചുടച്ചു. എന്നിട്ട് വലിയ കോടാലി ഞാൻ ആ വലിയ വിഗ്രഹത്തിന്റെ മുകളിൽ വെച്ചു കൊടുത്തു. അവർ തിരിച്ചു വന്ന് വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവർ വിഗ്രഹങ്ങൾ തച്ചുടച്ച് കിടക്കുന്നത് കാണപ്പെട്ടു. അങ്ങനെ ആയപ്പോൾ എന്നോട് അവർ ചോദ്യം ചെയ്തു, എന്തു പറ്റി ഇബ്രാഹിം, നീയാണോ ഇത് ചെയ്തത്? വലിയ വിഗ്രഹത്തെ മാത്രം ഒഴിവാക്കിയിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു, അവരോട് ചോദിക്കേ, അതാണ് ഞാൻ ചെയ്ത ഒന്നാമത്തെ കള്ളം. തൗഹീദിന്റെ പ്രചാരണത്തിനായിട്ട് ബിംബാരാധകരുടെ മുമ്പിൽ അല്ലാഹു ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സൂര്യൻ ആകാശത്ത് ഉദിച്ചപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, ഹാദാ റബ്ബീ, ഇതെന്റെ റബ്ബാണ്. എല്ലാവരും അടുക്കൽ നിന്നു. സൂര്യൻ അസ്തമിച്ചു പോയപ്പോൾ ഇതല്ല എന്റെ റബ്ബെന്ന് പറഞ്ഞു ചന്ദ്രൻ ഉദിച്ചു. അപ്പോഴും പറഞ്ഞു, ഹാദാ റബ്ബീ, ചന്ദ്രനാണ് എന്റെ റബ്ബെന്ന്. അള്ളയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി അത് പറഞ്ഞത്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ റബ്ബീ, ഇതാണ് എന്റെ റബ്ബെന്ന്. ചന്ദ്രനും അസ്തമിച്ചപ്പോ പറഞ്ഞു, ഇതല്ല എന്റെ റബ്ബ്, ഇതൊന്നുമല്ല എന്റെ റബ്ബ്, ഇതിനെയെല്ലാം പടച്ചു വെച്ച സർവേശ്വരനായ അല്ലാഹ്, അവനാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഈ ഉപാധികൾ സ്വന്തമായിട്ട് തീരുമാനമെടുത്തു ഇത് നുണയാണെന്ന് അങ്ങനെ ചിത്രീകരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുകയാണ്, നഫ്സി 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 നഫ്സിയാ. എല്ലാവരും ഓരോ കാരണങ്ങൾ പറയുകയാ. മൂസാ നബിയും കാരണം പറഞ്ഞു, ഒരാളെ ഞാൻ കൊന്നുപോയി, ഒരാളെ ഞാൻ കൊല ചെയ്തു പോയി. അബിശിയയിൽപ്പെട്ട ഒരു പാവപ്പെട്ട സഹാബിയായ പാവപ്പെട്ട ഒരു സഹോദരനെ ഖുറൈശി കുലത്തിൽപ്പെട്ടവർ ആക്രമിച്ചപ്പോ ഒരു അടി കൊടുത്തതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അടികൊണ്ടവൻ മരണപ്പെട്ടുപോയി. അക്രമിയെ തടഞ്ഞതാണ് കരുത്തനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ സഹോദരങ്ങളെ, അതിന്റെ പേരിൽ ഖിയാമത്ത് നാളിൽ നഫ്സിനെ കുറിച്ച് ഓർത്ത് കരയുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ എല്ലാവരും കൈവിട്ടു. ഞാനും നിങ്ങളും ചെല്ലുന്നത് എവിടെയെന്നറിയോ? എല്ലാവരും കൈവിടുമ്പോഴല്ലേ നമ്മൾ റബ്ബിനേക്ക് കൈ ഉയർത്തുന്നത്. ഒരു രോഗം വന്നു, ഹോസ്പിറ്റലിൽ പോയി, ആദ്യം ഒന്നും പറയില്ല, രക്ഷപ്പെടും. ഡോക്ടർമാരടുത്താണ് പ്രതീക്ഷ മുഴുവൻ. എല്ലാം ഡോക്ടറിലേക്ക് സമർപ്പിക്കും. ഏത് വലിയ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ അവിടെ പോകും. അവിടെ എല്ലാം ചെല്ലുമ്പോൾ ലാസ്റ്റ് ഡോക്ടർമാർ വിധി എഴുതും, ഇനി ദൈവത്തോട് നിങ്ങൾ പറഞ്ഞേക്ക്, ഇനി ദൈവത്തോട് പറഞ്ഞേക്ക്. അപ്പോഴാണ് അള്ളാഹുവിനെ വിളിക്കുന്നത്. അപ്പോഴല്ല സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കേണ്ടത്. ആദ്യം രോഗം വരുന്നതിന് മുമ്പേ റബ്ബിനെ വിളിക്കേണ്ടതായിരുന്നു. അവസാന നിമിഷത്തിലല്ല റബ്ബിനെ വിളിക്കേണ്ടത്. നിനക്ക് രോഗം വരുമ്പോ, നിനക്ക് സങ്കടം വരുമ്പോ, നിനക്ക് വേദന വരുമ്പോ നീ ആദ്യം വിളിക്കേണ്ടത് അല്ലാഹ്, ഇത് മാറ്റണേ റബ്ബേ. എന്നിട്ട് നീ ബാക്കി നടപടിക്രമങ്ങളൊക്കെ ചെയ്യ്. അവിടെയാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക. എല്ലാവരും കൈവിടുമ്പോഴല്ല നീ റബ്ബിലേക്ക് പോകേണ്ടത്. അവസാനം ചെന്ന് പിടിക്കേണ്ടയാളല്ല പടച്ചവൻ. മുത്തുനബി തങ്ങളല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നത്. സഹോദരങ്ങളെ, എല്ലാവരും കൈവിടുമ്പോ നമുക്ക് ചെന്ന് ചേരാൻ ഒരേ ഒരു ആശ്രയമുള്ളൂ, ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ഇവിടെയാണ് റബീഉൽ അവ്വലിന്റെ 12ന്റെ പ്രഭാതം പൊട്ടി വിണർന്നപ്പോൾ വിരിഞ്ഞു വന്ന നബിയേ, അങ്ങേക്ക് 1000 സലാം നബിയേ. ദുനിയാവിൽ ഇന്ന് അങ്ങ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഞങ്ങൾ ജീവിക്കില്ല നബിയേ. പറന്ന് ഞങ്ങൾ അങ്ങിലേക്ക് വരും യാ റസൂലല്ലാഹ്. മദീന ഞങ്ങളുടെ നാടാക്കും നബിയേ, മദീന ഞങ്ങളുടെ വീടാക്കും നബിയേ. അങ്ങനെ പറയാൻ ഓരോ മുസ്ലിമിനും കഴിയണം, ഓരോ മുഅ്മിനിനും കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എല്ലാവരും എന്റെ അടുക്കലേക്ക് വരികയാ. യാ മുഹമ്മദ് അന്ത റസൂലുള്ളാഹ് വഖാതമുൽ അംബിയാ. റസൂലുള്ളാഹല്ലേ,
എല്ലാവരും കൈവിട്ടു നബിയേ, എല്ലാവരും കൈവിട്ടു നബിയേ. ഇശ്ഫഅലനാ ഇലാ റബ്ബിക, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യില്ലയോ നബിയേ? എല്ലാവരും കൈവിട്ടു. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം നമ്മൾ ഉടലെടുക്കേണ്ടത്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രവാചകനെന്ന് കേൾക്കുമ്പോ ഒരു വല്ലാത്ത ഇഷ്ടം ഉടലെടുക്കേണ്ടതുണ്ട്. റസൂലുള്ള എന്ന് പറയുമ്പോൾ കരയേണ്ടതുണ്ട്. ഹബീബിനെ പറ്റി പറയുമ്പോൾ രോമാഞ്ചം കൊള്ളേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ അവസ്ഥ എന്തെന്നറിയോ? ആ റസൂലുള്ളാനെ കേവലം ആ റസൂലുള്ള എന്ന് പേര് മാത്രം പറഞ്ഞ് നടക്കുന്നവരായി നമ്മൾ മാറിപ്പോകുന്നുണ്ട് പലപ്പോഴും. റസൂലുള്ള എന്ന് പറയുമ്പോൾ അത് വികാരമായി മാറണം, അത് ചിന്തയായി മാറണം, അത് എഴുത്തിലൂടെ പറയണം, അത് വാളിലൂടെ പറയണം, അത് ചിന്തയിലൂടെ മാത്രമല്ല. അവസാനത്തെ പടിയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം റസൂലുള്ളാഹിക്ക് വേണ്ടി. നബിതങ്ങൾ എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ജീവിക്കാൻ കഴിയണം. നബിതങ്ങൾ വെള്ളയാണോ ധരിച്ചത്? അതെ, ഞാൻ വെള്ള ധരിക്കും, എന്റെ റസൂലുള്ളാന്റെ സുന്നത്താണ്. ഞാൻ താടി വടിക്കില്ല, എന്റെ റസൂലുള്ളാന്റെ സുന്നത്താണ്. ഞാൻ നഖം മുറിക്കും, എന്റെ റസൂലുള്ളാന്റെ സുന്നത്താണ്. എന്റെ നബിതങ്ങൾ നിസ്കാരം മുടക്കിയിട്ടില്ല, എന്റെ നബിതങ്ങൾ ആരോടും അകാരണമായി ദേഷ്യപ്പെട്ടിട്ടില്ല, എന്റെ റസൂലുള്ള ഫിത്ന ഉണ്ടാക്കിയിട്ടില്ല, എന്റെ റസൂലുള്ള ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല. പുഞ്ചിരിയോടുകൂടി അല്ലാതെ റസൂലുള്ള കടന്നു വന്നിട്ടില്ല. ഈ പുഞ്ചിരിയുടെ ഈ സുന്നത്തിന്റെ ഈ അനുധാവനങ്ങളാണ് ജീവിതത്തിൽ വേണ്ടത്. നിബിധങ്ങൾ പറയുന്നു, സയ്യഅതി സമാനുൻ അലാ ഉമ്മത്തി, ഒരു കാലഘട്ടം വരാനുണ്ട് സഹാബ, എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് സഹാബ. അന്ന് എന്റെ സുന്നത്തിനെ ഒരാളെ മുറുകെ പിടിച്ചാൽ അവന് ഷഹീദിന്റെ കൂലിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് സഹോദരങ്ങളെ, ആ കാലഘട്ടമായി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. അവന് ഷഹീദിന്റെ കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എങ്ങനെ സ്നേഹിക്കുമ്പോൾ ആ റസൂലുള്ള നമുക്ക് ചെയ്തു തരുന്ന ഗുണങ്ങളെ പറ്റി മനസ്സിലാക്കുമ്പോഴല്ലേ സ്നേഹം തോന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഗുണം, നബി തങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണം. അത് നിന്റെ വാപ്പാക്ക് നിനക്ക് ചെയ്തു തരാൻ പറ്റില്ല. നിന്റെ വാപ്പ നിന്നെ ദുനിയാവിൽ നോക്കി വളർത്തി പോറ്റി, നിന്റെ ഉമ്മ നിന്നെ നൊന്ത് പ്രസവിച്ചു, നിനക്ക് മുലപ്പാല് തന്നു, നിന്നെ പോറ്റി വളർത്തി, നിന്റെ സഹോദരങ്ങൾ നിന്നെ സഹായിച്ചു, നിന്റെ കൂട്ടുകാരി, അത് സാംസ്കാരിക രാഷ്ട്രീയ മതപരമായ മേഖലയിൽ ബന്ധപ്പെട്ട് നിന്റെ കൂട്ടുകാര്, അവർ ദുനിയാവിന്റെ നിന്റെ സഹായങ്ങളായി. പക്ഷേ അവരൊന്നും നിനക്കൊരു കൈ പോലും തരാൻ കഴിയാത്ത നാളുണ്ട്. ആ നബിതങ്ങളാണെന്നറിയോ? ആ സമയത്താണ് നബിതങ്ങൾ വരുന്നത്. അന്നുണ്ടല്ലോ സ്വഹാബത്തെ, അർശിന്റെ താഴെ ഞാൻ വരുന്നതാണ്. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യും. എനിക്ക് അല്ലാഹു നല്ല നല്ല പേരുകൾ അല്ലാഹു എന്നെ വിളിക്കുന്നതാണ്. എനിക്ക് റഹ്മത്തിന്റെ കവാടങ്ങൾ എന്റെ റബ്ബ് എനിക്ക് തുറന്നു തരുന്നതാണ്. ലം യഫ്തഹുഹു അലാ അഹദിൻ ഖബ്ലി, എനിക്ക് ചെയ്തു തരുന്നത് പോലെ എന്റെ റബ്ബ് ഒരാൾക്കും അന്നാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോഴാണ് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, അന്ന് സംസാരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് മാത്രമേ അനുവാദം അള്ളാഹു കൊടുക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഇവിടെയാണ് പ്രവാചകനുമായിട്ടുള്ള പ്രണയം ഉടലെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്, യാ മുഹമ്മദ് ഇർഫഅ റഅസക, അങ്ങയുടെ തല ഉയർത്ത് നബിയെ, സൽ ചോദിക്ക് നബിയെ, തുഅത നൽകപ്പെടും നബിയെ, വശ്ഫഅ ശഫാഅത്ത് ചെയ്യ് നബിയെ, തുശഫഅ ശഫാഅത്ത് നൽകപ്പെടും നബിയെ, ഫഅർഫഉ റഅസി, എന്റെ തല ഞാൻ ഉയർത്തുകയാ സ്വഹാബത്തെ, ഫഅഖൂലു, ഞാൻ എന്റെ റബ്ബിനോട് ഒരേ ഒരു കാര്യമാണ് പറയുന്നത്, എനിക്ക് സ്വർഗ്ഗത്ത് കടക്കണമെന്നല്ല, എന്റെ ഫാത്തിമയോ എന്റോടൊപ്പം സ്വർഗ്ഗത്ത് വിടണേ അല്ല എന്നല്ല, എന്റെ ജീവിതത്തിന്റെ ആലംബവും അവലംബവും മാറിയ എന്റെ ഖദീജ ബീവിയോടൊപ്പം എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്നല്ല, എന്നോട് കരുണ ചെയ്യണേ റബ്ബേ എന്നല്ല. ഞാൻ പറയുന്നൊറ്റ വാക്കാണ് ഉമ്മത്തി, ഉമ്മത്തി.
ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിനെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടം. ആദം മുതൽ അംബിയ സകലം നഫ്സി നഫ്സി എന്ന് വിളിക്കും, അന്നേരം ത്വാഹ വിളിക്കും ഉമ്മത്തിഹിന്നല്ലോ. എല്ലാവരും നഫ്സി നഫ്സി എന്ന് വിളിക്കുമ്പോ എന്റെ റസൂലുള്ളാഹ് മദീനയുടെ നായകനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, പച്ചക്കുപ്പയുടെ താഴെ അന്തിയുടങ്ങുന്ന എന്റെ റസൂലുള്ളാഹ് മാ ബൈന ബൈതി വ ഖബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ആ സ്വർഗത്തിന്റെ അടുത്ത് കിടക്കുന്ന മുത്തുനബിയുണ്ടല്ലോ, ആ നബിയാണ് നമ്മളെ രക്ഷിക്കാൻ വരിക. ആരും എന്തും പറഞ്ഞോട്ടെ, നബി സാധാരണക്കാരൻ എന്ന് പറഞ്ഞോട്ടെ, നബിയുടെ മൗലിദിനെ എതിർത്തോട്ടെ, റസൂലുള്ളാഹിയുടെ ജന്മദിനം കോടം കൊണ്ടാടണ്ട എന്ന് പറഞ്ഞോട്ടെ, അവരെ പോലും നബി തങ്ങൾ കൈവിടില്ല. അങ്ങനെ റസൂലുള്ളാഹിനെ മോശമായിട്ട് പരാമർശിക്കുന്ന, അവർക്ക് വേണ്ടി പോലും നിലകൊള്ളുന്ന റസൂലുള്ളാഹ് അല്ലാഹുവിനോട് പറയുകയാണ്, ഉമ്മത്തി യാ റബ്ബ്, രക്ഷിതാവേ എന്റെ സമുദായം നീ കൈപിടിക്കണം അല്ലാ, നീ സഹായിക്കണം അല്ലാ, എനിക്ക് വേറെ ഒന്നും നിന്നോട് പറയാനില്ല അല്ലാ. ആ സമയത്താണ് അല്ലാഹു വിളിച്ചു പറയുന്നത്, യാ മുഹമ്മദ് അദ്ഖിൽ മിൻ ഉമ്മത്തിക അമ്മൻ ലാ ഹിസാബ അലൈഹിം മിൻ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന. മുഹമ്മദേ സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, നിന്റെ സമുദായവുമായിട്ട് ആ സ്വർഗത്തിന്റെ വലതുഭാഗത്തുള്ള വാതിലിലൂടെ കടന്നു പോകൂ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വമഈ ഫുഖറാൽ മുഅ്മിനീൻ, എന്നോടൊപ്പം മുഅ്മിനീങ്ങളായ പാവങ്ങളായ മുത്തഖീങ്ങളായ ആൾക്കാരുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആ മുത്തഖീങ്ങളായി നമ്മൾ മാറണം. അപ്പൊ ശരി, അപ്പൊ എന്ത് തെറ്റ് ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ സ്വർഗത്തിൽ അങ്ങനെ പോകാൻ പറ്റുമെന്നല്ല. ആ ശഫാഅത്തുൽ ഉളുമയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം സഹോദരങ്ങളെ. അതിന് കേവലം റബീഉൽ അവ്വലിൽ മാത്രം സല്ലല്ലാഹു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റസൂലുള്ളാഹിന്റെ എന്തെല്ലാം സുന്നത്തുകളുണ്ടോ ആ സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ കഴിയണം. ചെറിയ ഒരു സുന്നത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യണം. എനിക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയൂല്ലോ ഉസ്താദേ, എന്റെ റസൂൽ ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചവനാ. വേണ്ട, നിനക്ക് താടി വളർത്താൻ കഴിയുമെങ്കിൽ നീ വളർത്തണം. എന്റെ റസൂൽ വെള്ള വസ്ത്രം ധരിച്ചവനാണ്, ഞാൻ വെള്ള വസ്ത്രമേ ധരിക്കുകയുള്ളൂ. തീരുമാനം നീ എടുക്കണം. എന്റെ നബിതങ്ങൾ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. ഇങ്ങനെയൊക്കെയാ നബിതങ്ങളെ പിൻപറ്റുന്നത്, ഇങ്ങനെയൊക്കെയാ ഹബീബായ നബിതങ്ങളെ അല്ല, ഞാൻ വലിയ പ്രവാചക പ്രേമിയാ, ഞാൻ മുഹിബ്ബുർ റസൂല, ആശിഖുർ റസൂല, എനിക്ക് മദീനയെ വരിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ വാക്ക് പറഞ്ഞിട്ടല്ല അതിന് കാര്യമില്ല സഹോദരങ്ങളെ. അത് പറയുന്നത് വെറും കപടമായിട്ട് മാറിപ്പോവുകയാണ്. അങ്ങനെയല്ല മുഅ്മിനീങ്ങളായ നാം അല്ലാഹു അതിനുള്ള നല്ല ഈമാനുള്ളവരായി നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഹബീബായ നബിതങ്ങളുടെ ആ ഒരു സുഗന്ധവും പരിമളവും പരന്നൊഴുകുന്ന റബീഉൽ അവ്വൽ വിട പറയുന്നതിന് മുമ്പ് അല്ലാഹ് ഞങ്ങളെ ആ ശഫാഅത്തുൽ ഉളുമയിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനേ. അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നാളെ മഹ്ശറയുടെ മുറ്റത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിക്കുന്നവരിൽ നിങ്ങൾക്കും ഒരു സ്ഥാനം നീ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുവാൻ ഒരുപാടുള്ളത് കൊണ്ട് ചുരുക്കുകയാണ്. പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള നല്ല തൗഫീഖ് നാഥനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട പിതാവിന് വേണ്ടി മകൻ 51 രൂപ